ആവർത്തിച്ച് പറയുന്നില്ല. ഈ പാരസ്പര്യം നിലനിർത്തണം. മഹാന്മാരായ സാധാത്തുക്കളെ മാറ്റി നിർത്തി നമ്മൾ മാത്രം അങ്ങ് പ്രവർത്തിക്കുക എന്നുള്ള ആ നിലപാട് മാറ്റണം. അതാണ് എനിക്കൊന്നു നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. സമാപന പ്രസംഗത്തിൽ പറയാനുള്ള അങ്ങനെ പോകണ്ട. ആ ചിന്ത ശരിയല്ല. അത് ശരിയല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ മഹല്ലുകളൊക്കെ നേരിട്ട് സമസ്തയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം സമസ്തക്ക് ഇല്ല. കുറെ 100 കൊല്ലമല്ലേ ഇവിടെ സമസ്തയുടെ കീഴിൽ മദ്രസകൾ അംഗീകരിക്കുന്നുണ്ട്. 10,000 11,000 ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ മദ്രസകളൊക്കെ അംഗീകരിക്കുന്നത് വിദ്യാഭ്യാസ ബോർഡില. ആ വിദ്യാഭ്യാസ ബോർഡ് സമസ്തന്റെ ഒരു കീഴ്ഘടക. അതുപോലെ തന്നെ സമസ്തയുടെ ഒരു അംഗീകൃത കീഴ്ഘടകമാണ് ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷൻ. മലപ്പുറം ജില്ലയിൽ തന്നെ 1000-ലധികം മഹല്ലുകൾ സുന്നി മഹല്ല് ഫെഡറേഷനിൽ അംഗീകരിച്ചതാണ്. ആ അംഗീകാരത്തോടുകൂടി അവരിവിടെ പ്രവർത്തിച്ച എന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാലോ. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ സുന്നി മഹല്ല് ഫെഡറേഷനിൽ നമ്മളെല്ലാവരും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അംഗീകാരം നടക്കണം. അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ നേരിട്ട് അംഗീകരിക്കാൻ അഞ്ഞ കൊടുക്കാൻ പോകുന്ന ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇപ്പോൾ അതിന്റെ ആവശ്യമല്ല. നേരിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് ആശയപരമായ എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങൾ വരുന്നോ എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനിത് വിശദീകരിച്ചത്. നേരിട്ട് അംഗീകരിക്കലില്ല. സമസ്തയിൽ അംഗീകരിക്കാറുണ്ട്. അത് തന്നെയാണ്. സുന്നി മഹല്ല് ഫെഡറേഷനിൽ അംഗീകരിച്ചാൽ സമസ്തയിൽ അംഗീകരിക്കലായി. വിദ്യാഭ്യാസ ബോർഡിൽ അംഗീകരിച്ചാൽ സമസ്തയിൽ അംഗീകരിക്കലായി. ആ രീതിയിൽ തന്നെ പോകണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ 1350ഓളം മഹല്ലുകളിലുള്ള ഉമറാക്കളെയാണ് ഇന്ന് ഇവിടെ ക്ഷണിച്ചു വരുത്തിയത്. ഇത് യഥാർത്ഥമായ ഉമറ സംഗമം തന്നെയാണ്. ഇത് തന്നെയാണ് ഉമറ സംഗമം. ഇതിന് യഥാർത്ഥ മജാസിയായ ഉമറ സംഗമം അല്ലത്. ഇത് യഥാർത്ഥ ഉമറ സംഗമം തന്നെയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് കിട്ടിയ ഈ വിഭവങ്ങൾ അനുസരിച്ച് നമ്മൾക്ക് ഒന്നായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ വളരെ അച്ചടക്കത്തോടുകൂടി പാരസ്പര്യത്തോടുകൂടി വളരെ നന്നായി നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി, നമ്മുടെ ഇസ്ലാമിന്റെ ഉന്നതി, വിശ്വാസ